കോസ്മെറ്റിക് ഫോർമുലേഷൻസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലുകളാണോ ഉപയോഗിക്കാറ് എന്ന് ചോദിച്ചാൽ ആണ്. എപ്പോഴും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലുകൾ കണ്ടീഷൻ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോഴും അല്ലാതെ ജനറൽ പ്രോഡക്റ്റുകളിലും നമ്മൾ ഉപയോഗിച്ച് പോരാറുണ്ട്. ഈ മെഡിക്കേറ്റഡ് ഓയിൽ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് എല്ലാവരുടെ മനസ്സിലേക്കും ഓടി വരുന്നത് കൽക്കവും കഷായവും ദ്രവദ്രവ്യവും അതുപോലെ തന്നെ എണ്ണയും ഒക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്ന ആയുർവേദ ക്ലാസിക് രീതിയിലുള്ള ഓയിലുകളായിരിക്കും, തൈലങ്ങളായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, ഈ ഒരു രീതിയിലും നമുക്ക് മെഡിക്കേറ്റഡ് ഓയിലുകൾ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇൻഫ്യൂഷൻ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ക്ലാസ്സിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. സോ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് വേണ്ടിയിട്ട് ഓയിൽ ഇതുപോലെയുള്ള ഹെർബുകളിൽ സോക്ക് ചെയ്ത് വെച്ച് അത് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. സാധാരണ നമ്മൾ 7 ദിവസം 14 ദിവസം 21 ദിവസം എന്നുള്ള കണക്കിലൊക്കെയാണ് ഇൻഫ്യൂസ് ആവാനായിട്ട് കെട്ടിവെക്കാറുള്ളത്. 1 മാസം 2 മാസം 3 മാസമൊക്കെ കെട്ടിവെക്കുന്ന കേസുകളും ഉണ്ട്. സോ ഇത് ക്ലാസ്സിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ മിനിമൽ ഡേ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് കൂടുതലും ദിവസങ്ങൾ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഈ എടുക്കുന്ന ഓയിലിൽ ഈ കണ്ട എല്ലാ ദ്രവ്യങ്ങളുടെയും ഗുണങ്ങൾ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിറത്തിലും മണത്തിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ കണ്ടാൽ അറിയാം, നല്ല ഗോൾഡൻ കളറിലാണ് ഓയിലിരിക്കുന്നത്. സോ ഈ ഒരു ഓയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഹെയർ ഓയിലായിട്ട് കൊടുക്കാൻ പറ്റും, ഹെയർ സിറമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഹെയർ കെയർ പ്രോഡക്റ്റുകളുടെ ബേസായിട്ട് ഉപയോഗിക്കാനും പറ്റും.